ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ലേശം ഭയപ്പെടുത്തുന്ന ചില വിവരങ്ങൾ പറയാനാണ്. നിങ്ങൾക്ക് ആശങ്കയും ഭയവുമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഏതാനും വാക്കുകൾ സംസാരിക്കുന്നത്. പലരും വന്നതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നതും വരാത്തവർ ഇനിയും വരുമോ എന്ന് ഭയപ്പെടുന്നതും, ആരും തനിക്ക് ഈ അസുഖമുണ്ട് എന്നറിയുമ്പോൾ ലേശം ഒന്ന് കിടുങ്ങിപ്പോകുന്ന ഒരു അസുഖമാണ്. യഥാർത്ഥത്തിൽ ഡോക്ടറായ ഞാൻ പോലും ലേശം ഭയത്തോടു കൂടി കാണുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അഥവാ അർബുദം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അർബുദത്തിൻ്റെ അളവ് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അർബുദം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അഥവാ നമുക്ക് നമ്മുടെ എന്തെങ്കിലും പരിശീലനം കൊണ്ടോ നമ്മുടെ ചികിത്സകൾ കൊണ്ടോ അത് വരാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു സത്യാന്വേഷണം എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലുമുണ്ട്. അതെൻ്റെ മനസ്സിലുമുണ്ട്. നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 15 ലക്ഷത്തോളം ആൾക്കാർ 2020 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ക്യാൻസർ വരുന്നുണ്ട്. 15 ലക്ഷമാണ്. അപ്പം ഏകദേശം 1 ലക്ഷത്തിൽ ഒരു 1000-ഓളം ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ട്. പലതരം ക്യാൻസറുകളുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ക്യാൻസർ ഉണ്ടാകാറുണ്ട്. കൂടാതെ തന്നെ രക്താണുക്കളെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്, അസ്ഥിയെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്, മാറിനെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്, ലങ്സിനെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്. അങ്ങനെ ഏത് കോശങ്ങളിലും ഈ ക്യാൻസർ ഉണ്ടാകാം. എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയില്ലാത്ത ഒരു കുട്ടിയാണ്. അനുസരണയില്ലാത്ത കുട്ടി എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക്, മനുഷ്യന് തന്നെ ഏത് ജീവജാലങ്ങൾക്കും മനുഷ്യനും പ്രകൃതിക്കും ഒക്കെ ഒരു താളമുണ്ട്. ആ താളം നഷ്ടപ്പെടുന്ന കോശങ്ങൾ പെറ്റുപെരുകി മറ്റ് കോശങ്ങൾക്ക് വിനാശം ഉണ്ടാകുകയും അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പോവുകയും ചെയ്യുന്ന കലകളുടെ ഒരു ഭ്രാന്താണ് അർബുദം. അങ്ങനെ കലകളുടെ ഭ്രാന്ത് മൂലം ഏത് ഭ്രാന്തും നമ്മളെ വേട്ടയാടും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഭ്രാന്ത്, നമ്മുടെ തന്നെ കോശങ്ങളുടെ ഭ്രാന്ത് നമ്മളെ വേട്ടയാടുകയും കീഴ്പ്പെടുത്തുകയും ഒരുപക്ഷെ നമ്മളെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ക്യാൻസർ. ഇതിൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഒരു രോഗാണു ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുവാനുള്ള സാധ്യത തുലവും വിരളമാണ്. എന്നാൽ ചില രോഗാണുക്കൾ അവയുടെ ദീർഘകാല വാസം കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതുപോലെ എയ്ഡ്സ് വൈറസ്, അതൊക്കെ ദീർഘകാലം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചില ക്യാൻസറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പാപ്പിലോമ വൈറസും അതുകൊണ്ട് വൈറസാണ്. അപ്പം ഈ എന്തൊക്കെയാണ് മനുഷ്യന് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ? ഈ ക്യാൻസറുകൾ എങ്ങനെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ ഈ വിപത്തിനെ നേരത്തെ തിരിച്ചറിയുന്നത്? എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ ചികിത്സാ മാർഗം? അഥവാ ശാസ്ത്രീയമായ ഒരു ചികിത്സാ മാർഗം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യവും നമുക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന കാലയളവും വർദ്ധിച്ചു വരുമോ? അതോ ക്യാൻസറിന് ചികിത്സയില്ലാത്ത ഒരു അസുഖമാണോ? ഈ സംശയം എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലുമുണ്ട്. ഒരു ഡോക്ടറായി എൻ്റെ മനസ്സിൽ പോലും ഇത്തരം സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ അർബുദമാണ്. ശ്വാസകോശത്തിലെ കലകൾക്കുണ്ടാകുന്ന അർബുദം, ചുമ, വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, ശരീരം ശോഷിക്കുക, അങ്ങനെ പല ലക്ഷണം കൊണ്ടും ഈ ശ്വാസകോശ അർബുദത്തിൻ്റെ പ്രാഥമിക അവസ്ഥയിൽ കാണാവുന്നതാണ്. എങ്ങനെയാണ് ശ്വാസകോശ അർബുദം ഉണ്ടാകുന്നത്? നമ്മുടെ ഏതെങ്കിലും ശീലങ്ങൾ, നമ്മുടെ നാട്ടിൻ്റെ ശീലങ്ങൾ, പൊതുവെയുള്ള മറ്റുള്ളവരുടെ ശീലങ്ങൾ ഒക്കെ ഈ ശ്വാസകോശ അർബുദത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശീലങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ സിനിമകളൊക്കെ കാണാൻ പോകുന്നവരാണ്. അപ്പോൾ സിനിമയുടെ പരസ്യങ്ങളിലൊക്കെ തന്നെ, സിനിമ തുടങ്ങുന്ന മുമ്പ് തന്നെ പുകവലിയെക്കുറിച്ച് പറയാറുണ്ട്. പുകവലിയുള്ള അതൊരു സ്ഥിരമായിട്ടൊരു ക്ലീഷേ പരസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം, പുകവലി അതല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തീർച്ചയായിട്ടും ശ്വാസകോശ അർബുദത്തിൻ്റെ തോതിനെ വർദ്ധിപ്പിക്കും.
അപ്പം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ക്യാൻസർ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു ഒരു പരിധിവരെയെങ്കിലും തിരിച്ചു നടക്കാൻ പറ്റും. എന്നാൽ അല്ല, ഇതല്ലാതെയും ശ്വാസകോശ അർബുദങ്ങൾ ഉണ്ടാക്കിയ ധാരാളം ആൾക്കാരെ നമുക്കറിയാമല്ലോ. ചില കെമിക്കൽസ് അതിൻ്റെ ഇൻഹലേഷൻ കൊണ്ട് നമുക്ക്, ഇൻഹലേഷൻ എന്ന് വെച്ചാൽ അത് കെമിക്കൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുക, ആ കെമിക്കലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുക, അപ്പോഴും നമുക്ക് ശ്വാസകോശ അർബുദം ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണമാണ്. നമുക്കറിയാം നഗരവൽക്കരണം എന്താണ്. പെട്രോളിയം പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് നമ്മുടെ വാഹനങ്ങളെല്ലാം ഓടുന്നത്. കൂടുതലും ഡീസൽ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അത് എന്ത് അന്തരീക്ഷത്തിലുള്ള കാർബൺ മോണോക്സൈഡിൻ്റെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള വിഷവാതകങ്ങളുടെയും അളവിനെ വർദ്ധിപ്പിക്കുകയും നമുക്ക് ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈ പുകവലിയില്ലാത്ത, ദുശ്ശീലമില്ലാത്ത ഒരു വ്യക്തിക്കും അവരുടെ പരിചരിക്കുന്ന സാഹചര്യം മൂലം ക്യാൻസർ ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ പാസീവ് സ്മോക്കേഴ്സ്, ഇപ്പം തന്നെ ഈ പൊതു സ്ഥലങ്ങളിലെ പുകവലി എല്ലാവരും സർക്കാർ തന്നെ, കോടതി തന്നെ നിയമം നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുസ്ഥലങ്ങളിലെ പുകവലി അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിലെ പുകവലി, അതുകൊണ്ടും ക്യാൻസർ ഉണ്ടാകും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ശ്വാസകോശ അർബുദത്തിന് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങൾ. പിന്നെ ഈ സ്ത്രീകളുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ പുരുഷന്മാരിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന ക്യാൻസറാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിൽ സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ മുൻപന്തിയിൽ നിൽക്കുന്നത് മാറിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അതിനും പാരമ്പര്യമായ ഘടകങ്ങളുണ്ട്. അതുപോലെ മുലയൂട്ടാത്ത അമ്മമാരിൽ അത് കൂടുതലുണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകും എന്ന് പറയുന്നു. അപ്പം അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? നമ്മുടെ വീട്ടിലാർക്കും ക്യാൻസറിൻ്റെ അസുഖം, ഈ മാറിലെ ക്യാൻസറിൻ്റെ അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ അതിനെ നമുക്ക് നേരിടാൻ പറ്റും? അപ്പോൾ എത്ര കാലം കൂടുമ്പോൾ നമ്മൾ ഏത് ഡോക്ടറെ കാണണം, എന്ത് ചികിത്സകൾ നമ്മൾ ചെയ്യണമെന്നുള്ള ആലോചിക്കണം. എന്താണ് നമ്മുടെ മാറിനെ ഒരു സ്ത്രീ ആഴ്ചയിൽ 2-3 ദിവസം മാറിനെ പരിശോധിച്ചിട്ട് ആ മാറിൽ മുഴകൾ വല്ലതും ഉണ്ടോ, മാറിൽ ഒരു അസ്വാഭാവികമായ തെണുപ്പോ അല്ലെങ്കിൽ ചുമപ്പോ അല്ലെങ്കിൽ തൊലിക്ക് എന്തെങ്കിലും വ്യത്യാസമോ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത ഡോക്ടറെ കാണുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറിൻ്റെ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ മാമോഗ്രാം എന്നൊരു ടെസ്റ്റോ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെയുള്ള ക്യാൻസറുകളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു മുഴയോ ഒക്കെ കാണുകയാണെങ്കിൽ ആ മുഴയിൽ നിന്നും കുത്തിയെടുത്ത് പരിശോധന ചെയ്യാം. അതല്ല ഡോക്ടർക്ക് തോന്നുന്നു ആ മുഴ മാറ്റി പരിശോധന ചെയ്യാം. ഈ പരിശോധനകൾ കൊണ്ടും ആ പരിശോധനകളെ നമ്മുടെ പത്തോളജി വിഭാഗത്തിലേക്ക് അയച്ച് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പം അത് ക്യാൻസറിൻ്റെ ആദ്യ സ്റ്റേജ്, അതായത് ക്യാൻസർ മുഴയായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത് ഗ്രന്ഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ കുറച്ചുകൂടി എളുപ്പമാകും. ആ ചികിത്സയ്ക്ക് വിധേയനാകുന്ന വ്യക്തിക്ക് ധാരാളം അവൻ്റെ ആയുസ്സിനുണ്ടാകുന്ന ഒരു ഭംഗം കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വ്യാപകമായി വരുന്ന ഈ മാറിലെ ക്യാൻസറിനെ നേരിടാൻ ഓരോ സഹോദരിമാരും വളരെ വിവേകപൂർവ്വവും ബുദ്ധിപൂർവ്വവും എന്നാൽ സംയമനം പാലിച്ചുമാണ് ഈ വിഷയത്തെ കാണുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2 രീതിയിൽ സമൂഹത്തെ ബാധിക്കും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാൻസറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ അല്പജ്ഞാനം ആപത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്കൂടെ ക്യാൻസർ ഉണ്ടോ എന്ന് പല ആൾക്കാർക്കും ഡിപ്രഷൻ തോന്നുകയും അവർ ചിലപ്പോൾ ഡോക്ടറെ കാണാതെ എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു ഭയത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇത്തരം ആരോഗ്യ അവയർനെസ്സിൻ്റെ ഒരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇത്തരം നെഗറ്റീവ് ചിന്തകളാണ്. എന്നാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വിവേകപൂർവമായിട്ട് സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാനും ആ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ വളരെ നേരത്തെ മനസ്സിലാക്കി
അതിന് വിദഗ്ധ ചികിത്സകൾ കൊടുത്ത് അതിൽ നിന്ന് ആ ആ ആ- ആ- ആശങ്കയിൽ നിന്നും ആ അപകടത്തിൽ നിന്നും ഏറ്റവും എളുപ്പം രക്ഷപ്പെട്ട് കുറച്ചുകൂടി കാലം സുഖകരമായി ജീവിക്കാനും പറ്റും. മൂന്നാമത്തെ ചോദ്യം എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യമാണ്. നമുക്ക് പരിചയമുള്ള പല ക്യാൻസർ രോഗികളും ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പല ബന്ധുക്കളും അല്ലെങ്കിൽ അയൽക്കാര സുഹൃത്തുക്കളൊക്കെ ക്യാൻസർ രോഗം മൂലം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻസറിന്റെ ചികിത്സ ഗുണകരമാണോ അല്ലയോ? നമ്മളെപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. ഈ ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും നാട്ടുവൈദ്യമൊക്കെ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഉറച്ചു പറയുന്നതും ഒരു കാര്യം, നിങ്ങൾ ക്യാൻസർ ബാധിതനാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് യുക്തമായ ഒരു ചികിത്സാ പദ്ധതി വിധേയമാകുകയും മരുന്നുകളുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ, അതുപോലെ സർജറി മൂലം ആ മുഴ മാറ്റം ചെയ്യുക എന്നീ ചികിത്സാ പദ്ധതികളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത കാലഘട്ടം കുറച്ചുകൂടി നീട്ടിയെടുക്കാൻ പറ്റുകയും നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ടും സമാധാനപൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ മാനസികമായ വ്യാപാരം. ഒരു അസുഖമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ഘടകമുണ്ട്. മനസ്സ് ശരീരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമുക്ക് കാണാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആഴവും പരപ്പും നൽകാനും അതിന് കൂടുതൽ അർത്ഥപൂർണമാക്കുവാനും മനസ്സിന് കഴിയും. അപ്പോൾ മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മളെ രോഗം കീഴടക്കും. അപ്പോൾ മനസ്സാന്നിധ്യം നിലനിർത്തുക, രോഗത്തെ കീഴടക്കാനുള്ള ഒരു അഭിവാഞ്ച വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു രോഗിക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഇത് രണ്ട് രീതികളിൽ നേടാൻ പറ്റും. ഒന്ന്, നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ മാറ്റുക. രണ്ട്, അറിവ് നേടുക. എത്ര അറിവാണ്? ശരിയായ അറിവ് ശരിയായ അളവിൽ ഉൾക്കൊള്ളുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരിയായ അളവ് എവിടെ നിന്ന് കിട്ടും? ഒന്നുകിൽ നമ്മളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിൽ നിന്നും നമുക്ക് ശരിയായ അളവ് കിട്ടും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ശരിയായ അളവ് കിട്ടും. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ശരിയായ അളവ് കിട്ടാത്തത്? ശരിയായ അളവ് നമുക്ക് കിട്ടാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞ് പരത്തുന്നതിൽ നിന്ന് ശരിയായ അളവ് കിട്ടത്തില്ല. കാരണം ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്ക് ഒപ്പിച്ച് ഈ വിഷയത്തെ വക്രീകരിക്കും. അതുപോലെ തന്നെ ശരിയായ ജ്ഞാനമില്ലാതെ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ തന്നെ ഈ അസുഖങ്ങളെ കുറിച്ച് പർവ്വതീകരിച്ചു, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ അസുഖം ഇന്ന ചികിത്സ കൊണ്ട് ഭേദമാക്കി, അല്ലെ ആ ചികിത്സ കൊണ്ട് ഭേദമാക്കി എന്നൊക്കെ പറഞ്ഞ് സാമാന്യ ജനങ്ങളുടെ ആശങ്കയെ മുതലാക്കുന്ന ചില ദുഷ്ടശക്തികളും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ തകർത്ത് കളയും. അപ്പം ശരിയായ അറിവുണ്ടായി ശരിയായി ചിന്തിച്ച് ഈ ക്യാൻസറിൻ്റെ പിടിയിൽ നിന്നും നിങ്ങളെല്ലാം രക്ഷപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഇപ്പം ഞാനൊരു അസ്ഥിരോഗ വിദഗ്ധനാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ അസ്ഥികളിൽ ക്യാൻസർ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ബോൺ ക്യാൻസർ ഉണ്ട്. അതുപോലെ തന്നെ ബോണിൽ നിന്നുണ്ടാകുന്ന ബ്ലഡ് സെൽസിലെ ക്യാൻസർ ഉണ്ട്. ലുക്കീമിയ എന്ന് പറയും, ബ്ലഡ് സെൽസ് ക്യാൻസർ ഉണ്ട്. അതുപോലെ പ്രായമുള്ള ആൾക്കാരിൽ എല്ലൊക്കെ പൊടിഞ്ഞിട്ടുണ്ടാകുന്ന ബോണിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് എന്താണ് മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള ക്യാൻസർ. മാത്രമല്ല അസ്ഥികളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലെ ക്യാൻസർ ഏറ്റവും പെട്ടെന്ന് വ്യാപിക്കുന്ന അസ്ഥികളിലേക്കാണ്. അസ്ഥികളിൽ പൊടിവുണ്ടാകുക, അസ്ഥികൾ ഒടിവുണ്ടാകുക, അസ്ഥികൾ നശിച്ചു പോവുക എന്ന കണ്ടീഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2022 ഈ ക്യാൻസറിനെ കുറിച്ച്, കുട്ടികളിലുണ്ടാകുന്ന ക്യാൻസറിനെ കുറിച്ച്, ഒരു 13 വയസ്സുകാരനുണ്ടാകുന്ന ക്യാൻസർ, ആ ക്യാൻസറിനെ അതിജീവിക്കാൻ ആ 13 വയസ്സുകാരൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൻ്റെ പേര് അഭിലാഷ് മോഹൻ എട്ടേ എന്നുള്ളതാണ്. അപ്പം ആ നോവൽ എഴുതാനുള്ള പ്രചോദനം തന്നെ ഒരു ക്യാൻസർ രോഗിയുടെ മനസ്സിലൂടെ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയത് കൊണ്ടാണ്. 13 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ മനസ്സിലൂടെ, അവൻ്റെ വികാരങ്ങളിലൂടെയും, അവൻ്റെ ക്യാൻസറിൻ്റെ ഒരു രോഗി ഒരു വിഷയത്തെ കാണുന്നത്, ഒരു റൂമിനകത്ത് അടച്ചിടക്കുന്ന രോഗി അല്ലെങ്കിൽ അസുഖം വരുന്ന രോഗി, നമ്മുടെ ഏറ്റവും കൂടുതൽ കാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ
ഒരു ഒരു കൺസ്ട്രെയിൻഡ് സ്ഥലത്ത്, ഒരു പരിമിതമായ സ്ഥലത്തേക്ക് നമ്മൾ തളയ്ക്കപ്പെടുമ്പോഴാണ്, നമുക്ക് ശാരീരിക അവശത ഉണ്ടാകുമ്പോഴാണ്, നമ്മൾ തളർന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടി നമുക്ക് തീക്ഷ്ണമായിട്ട് അനുഭവിക്കാനും ആ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ വളരെ തീക്ഷ്ണമായിട്ട് മനസ്സിലാക്കാനും തരളമായി മനസ്സിലാക്കാനും പറ്റുന്നത്. അപ്പം ആ ഒരു വീക്ഷണത്തിലാണ് ഞാൻ എൻ്റെ ഈ നോവൽ എഴുതുന്നത്. എന്തു തന്നെയായാലും ഇന്ന് ഈ ക്യാൻസർ ദിനത്തിൽ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് രോഗം പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല, രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ജാഗരൂകത കൊണ്ടും നമ്മുടെ ചിട്ടയായ ജീവിതം കൊണ്ടും നമ്മുടെ അർപ്പണ ബുദ്ധി കൊണ്ടും ചില ക്യാൻസറുകളെ ഒഴിവാക്കാനും, അതുപോലെ തന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വളരെ ചില പ്രത്യേകതരം, ഇപ്പോൾ ഉദാഹരണമായിട്ട് മലം വഴി രക്തം പോകുന്ന ഒരു രോഗി, മലശോധന വരുമ്പോൾ രക്തം ഉണ്ടാകുന്ന ഒരു രോഗി. അപ്പോൾ ആ രോഗിയുടെ പ്രായമൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ വിചാരിക്കും, അതൊരു പൈൽസ് ആണ് എന്ന് നമ്മളെ നിസ്സാരവൽക്കരിച്ച് അതിനെ കണ്ടില്ല എന്നടിക്കും. എന്നാൽ കുറച്ചുകൂടെ ബുദ്ധിയുള്ള രോഗിയാണെങ്കിൽ ഒരു സർജനെ കാണിച്ച് കൊളോണോസ്കോപ്പിയോ ഒക്കെ ചെയ്ത് ഏതെങ്കിലും മുഴയുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അപ്പോൾ ഒരു ചെറിയ രക്തസ്രാവത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മുഴ വളരെ നിസ്സാരമായിട്ട് നമുക്ക് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. എന്നാൽ നമ്മളിത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറേ നേരം നമ്മൾ സാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആ മുഴ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് കോശങ്ങളിലേക്ക് പടർന്ന് പിടിക്കുകയും അതിനെ ഓപ്പറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ കൊണ്ടോ ശരിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മുഴയാകട്ടെ, ഒരു രക്തസ്രാവമാകട്ടെ, ഒരു ചുമപ്പാകട്ടെ, ഒരു തടുപ്പാകട്ടെ, അല്ലെങ്കിൽ ഒരു വിശപ്പ് കുറവാകട്ടെ, ഒരു വയ്യായ്മയാകട്ടെ, എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിൽ നമുക്കൊരു ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും എന്തുകൊണ്ടാണ് ആ ക്ഷീണം ഉണ്ടാകുന്നത് നമ്മൾ വിചിന്തനം ചെയ്യുകയും ഏറ്റവും അടുത്ത് നമ്മളൊരു ഫാമിലി ഡോക്ടറെ കണ്ടത് ഡിസ്കസ് ചെയ്യുകയും വേണം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ എളുപ്പം തന്നെ നമ്മളുള്ള ഒരു ക്യാൻസറിനെ കണ്ടെത്തി നമുക്ക് നമ്മുടെ ശിഷ്ടജീവിതം മനോഹരമാക്കാൻ പറ്റും. അപ്പം അത്തരം ഒരു വിവേകം, അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ, അതുപോലെ കൂടുതൽ കളറിങ് ഏജൻസ്, കോളകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കുറച്ചുകൂടി ആരോഗ്യകരമായിട്ട് ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചു, ആരോഗ്യമുള്ള ജീവിതശൈലിയിലൂടെ ജീവിച്ചു, ലഹരികളിൽ നിന്ന് മാറി നിന്നും ആരോഗ്യമുള്ള ഒരു ഭക്ഷണ സംവിധാനത്തിന് ഭാഗമായി നിന്നും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാൽ ഏതെങ്കിലും ഒരു വഴിവിട്ട നടത്ത ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായ പരിശോധനകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് മാറ്റാവുന്ന, നിസ്സാരമായി പ്രതിരോധിക്കാവുന്ന ഒരു മഹാമാരിയാണ് ക്യാൻസർ. അതുപോലെ തന്നെ ക്യാൻസറിന് ദിനം പ്രതി പുതിയ പുതിയ ചികിത്സകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർജറി, ശസ്ത്രക്രിയാ വിഭാഗത്തിലായാലും അതല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചുള്ള കീമോതെറാപ്പിയിലായാലും റേഡിയേഷനിലായാലും ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഈ ക്യാൻസർ സെൽസിനെ മാത്രം കൊല്ലുന്ന തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാകുന്ന ആൾക്കാർ ധൈര്യപൂർവ്വം ചികിത്സിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ക്യാൻസർ മഹാമാരിയെ നേരിടാനുള്ള കരുത്തും വിവേകവും ശക്തിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.